ഹലോ ഗൈസ്, ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ 3-4 ദിവസം മുമ്പ് നത്തിങ് ഫോൺ 2A Plus എന്നൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഫോണിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നത്തിങ് ഫോൺ 2A ഓൾറെഡി നമുക്ക് മാർച്ചിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. അത് അണ്ടർ 25,000 സ്റ്റിൽ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഓഫറൊക്കെ ചെയ്തിട്ട് 22,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ 2A Plus ജൂലൈ ലാസ്റ്റ് ഇറങ്ങിയപ്പം അതൊരു ഭയങ്കര അൺനെസസറി ലോഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്, മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി ബാക്കിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫോൺ 2A Plusൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് സെയിലോ അങ്ങനെ എന്തോ ആണ്. ഇനിഷ്യലായിട്ട് വരുന്ന ഓഫറിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 26,000 ആണ്. പക്ഷേ ഇത് 256 വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫോൺ 2Aയുടെ 256 വേരിയൻ്റ് നമുക്ക് വരുന്നത് ഓഫറൊക്കെ ചേർത്ത് 24,000 രൂപയാണ്. അപ്പോൾ ഒരു 2,000 രൂപ വരെ പ്രൈസ് ക്യാബ് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ രണ്ട് ഫോണിൻ്റെ സ്പെക്സ് നമ്മൾ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നൊരു വ്യത്യാസം പ്രോസസ്സറാണ്. കാരണം ഇപ്പം നത്തിങ് ഫോൺ 2Aയിൽ വരുന്ന പ്രോസസ്സർ ഡയമൻസിറ്റി 7200 ആണ്. 2A Plusൽ വരുന്നത് 7350 ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു വ്യത്യാസമായിട്ട് തോന്നും, പക്ഷേ വ്യത്യാസമല്ല. കാരണം 7200-നെ എടുത്ത് കുറച്ച് ക്ലോക്ക് സ്പീഡ് കൂട്ടി ഇറക്കിയ ഒരു പ്രോസസ്സറാണ് ഡയമൻസിറ്റി 7350 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഇപ്പം 7200-ൻ്റെ ക്ലോക്ക് സ്പീഡ് 2.8 GHz ആണ്, 7350-യുടെ 3 GHz ആണ്. പിന്നെ GPUയിലും കുറച്ച് ക്ലോക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. റിയൽ വേൾഡ് രണ്ട് സിമിലർ ആയിരിക്കും പെർഫോം. പിന്നെ വേറൊരു കാര്യം, ഒരു ഡിഫറൻസ് വരുന്നത് ചാർജിങ് സ്പീഡാണ്. അതും വലിയൊരു വ്യത്യാസമല്ല. 2A Plusൽ 50 വാട്ടാണ്, മറ്റേതിൽ 45 വാട്ടാണ് 2Aയിൽ. അതൊരു വലിയ വ്യത്യാസമല്ല. പിന്നെ സെൽഫി ക്യാമറ അവർ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് 2A Plusൽ കൊടുത്തിരിക്കുന്നത്, മറ്റേ 32 ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മെഗാപിക്സലൊന്നും അത്ര കാര്യമില്ല, ഇമേജ് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ രണ്ടും നത്തിങ് തന്നെയാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഭയങ്കര ഒരു അൺനെസസറി ലോഞ്ചായിട്ടാണ് എനിക്കും തോന്നിയത്. പക്ഷേ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ചെറിയ റൂമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഈ ഡയമൻസിറ്റി 7200 പ്രോസസ്സർ MediaTek ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന്. മനസ്സിലായി, ഒരു റൂമറാണ്, അങ്ങനെ കൺഫേംഡ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ 2A Plus ഇറക്കിയെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ഡയമൻസിറ്റി 7200 ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ ഈ ഫോൺ 2A ഡിസ്കണ്ടിന്യൂ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഫോൺ 2A Plus ഇറക്കിയെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനിയെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, MediaTekനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ഇറങ്ങി. ഇപ്പം ഡയമൻസിറ്റി 7200 വേറെ ഫോണും ഉണ്ട്, IQ7 ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫോൺ ഇറങ്ങിയാൽ അവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു ഇപ്പം ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തത് അത് അത്ര ഒരു നല്ല ഏർപ്പാടല്ല. ഓൾറെഡി ഇവർ പ്രോസസ്സറിൻ്റെ പേരൊക്കെ വെച്ച് യൂസേഴ്സിനെ നല്ലപോലെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അണ്ടർ 20,000 7300 എന്നൊരു പ്രോസസ്സറുണ്ട്, 7200 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേര് കാണുമ്പോൾ തോന്നും അയ്യോ 7300 ആണല്ലോ ബെറ്റർ. അങ്ങനെയല്ല, 7200 ആണ് ബെറ്റർ. അപ്പോൾ ഇവരെ നെയിമിങ് കൺവെൻഷൻ, കോൽക്കോമും മോശമല്ല, കോൽക്കോമിൻ്റെയും സെയിം സീനാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം ആൾറെഡി ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ പ്രോസസ്സർ ഡിസ്കണ്ടിന്യൂ ആണ്, അങ്ങനെ ഒരു റൂമേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഫോൺ 2A Plus ഇറങ്ങിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് ആൾക്കാർക്ക്. ഇനി ഇപ്പം പ്ലസ് ഒന്ന് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ബെറ്റർ വെർഷനാണ്. പക്ഷേ ഈ സ്പെക്സിൻ്റെ കാര്യം റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞല്ലോ, വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ മൈൻഡിലും കൺഫ്യൂഷൻ വരിക ഏത് എടുക്കണമെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയും, ഇപ്പോൾ ഫോൺ 2A നല്ല വില കുറഞ്ഞ് കിട്ടും. ഇപ്പം 128 നിങ്ങൾക്ക് എനഫ് ആണെങ്കിൽ ഫോൺ 2A എടുക്കേണ്ട ആവശ്യമുള്ളൂ, മനസ്സിലായോ? കാരണം 128-ഉം ഈ 256-ൻ്റെ 2A Plusൻ്റെ 256 കമ്പയർ ആണെങ്കിൽ 4000-ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതും ഈ സെയിലിൻ്റെ സമയത്താണ്. ചിലപ്പോൾ ഇനി വീണ്ടും അവർ കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോഴങ്ങനെയെങ്കിൽ നിങ്ങൾ ഫോൺ 2A എടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ഫോൺ 2A വീണ്ടും വില കുറഞ്ഞിട്ടാണെങ്കിൽ ഫോൺ 2A തന്നെ പ്രിഫർ ചെയ്യുക. അങ്ങനെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായി. പിന്നെ സിമിലർ പ്രൈസ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണം എടുക്കുക, ഏതെടുത്താലും ഒരു എഫക്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ 2A Plus എടുത്തെന്നുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു വ്യത്യാസം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പക്ഷേ സിമിലർ പ്രൈസിൽ വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ MediaTekൻ്റെ ആ ഒരു റൂമർ 7200 ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ അവർ 2A എടുത്ത് മാറ്റിയിട്ട് 2Aയുടെ പ്ലേസിൽ 2A Plus വരും. അപ്പോഴും പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, 2A Plus തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങൾ 30,000 പോകുകയാണെങ്കിൽ നമുക്ക് നത്തിങ് ഫോൺ 2 കിടപ്പുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ഒക്കെ വെച്ച് നല്ല പവർഫുൾ പ്രൊസസ്സർ വെച്ച് ആ ഫോണിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ബെറ്റർ ആയിരിക്കും ഈ ഫോണുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് 2A Plusൻ്റെയും നത്തിങ് ഫോൺ 2ൻ്റെ പ്രൈസ് സിമിലർ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ 2 തന്നെ പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതൽ കൺഫ്യൂസ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊസസ്സർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു റൂമർ അങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവർ ഫോൺ ഇറക്കുന്നത്. കാരണം നത്തിങ് യൂഷ്വലി ഇങ്ങനെ നമ്മൾ ഭയങ്കര ഇറലവൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് ഒന്നും ഇറക്കാതെയാണ്. അവർ പക്കയാണ്, അവരുടെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സെലക്റ്റീവായിട്ടൊക്കെ ഫോൺ ഇറക്കാറുള്ളൂ. അവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ അടിപൊളിയാണ്.
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.